ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി തന്നെ പെസഹായാണ് ഗൈസ്. അപ്പോൾ ഇന്ന് അപ്പം മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഡൈനിങ് ടേബിളിലാണ് മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങ ചിരണ്ട മമ്മി തേങ്ങ എടുത്ത് കയ്യിലോട്ട് തേങ്ങ ചിരണ്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ മമ്മി വേറെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൈനും ഞാൻ ചിരണ്ടുന്നുണ്ട്, അവനും തേങ്ങ ചിരണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 ടൈപ്പ് തേങ്ങ ചെയ്യുന്നുണ്ട്. ഒന്ന് പാലിന് വേണ്ടിയും ഒന്ന് അപ്പം മുറിക്കാനും വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചിരണ്ടി അങ്ങ് എടുക്കുക അവനെല്ലാം കേട്ടെ കള്ളൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മമ്മി ഇവിടെ വെളുത്തുള്ളിയും കാര്യങ്ങളെല്ലാം പാലിന് വേണ്ടിയുള്ള പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ അവനോടിരുന്ന് മൊത്തം വെളുത്തുള്ളിയും പൊളിച്ചേരും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിൽ ഏതാണ്ട് പോയി, കണ്ണ് മൊത്തം ഒരുമാതിരി നീര് കയറി. പിന്നെ ചിക്കുനം കുറച്ച് നേരം നോക്കിയിരുന്ന് വീണ്ടും ഞങ്ങൾ ഇല കീറാൻ തുടങ്ങി. ഞാനുണ്ടായിരുന്നു അവിടെ. ഞാൻ ഇല കീറി എന്ത് ചെയ്താലും അപ്പം അവനും ചെയ്യണം. ഞാൻ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആണല്ലോ അവനും കയറി ഇല കീറാനായിട്ട്. നമ്മുടെ അടിയും കൊട്ടിച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങി. ഏത് മൂട്ട് കൊട്ടുമൂട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇത് ആ പരിപാടി വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പടി അങ്ങനെ തീർന്നു വന്നാൽ മമ്മി ഇലക്കെ എടുത്തു വന്ന് പൊളിച്ചോളം പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ മമ്മി എടുത്ത് അപ്പം കുഴക്കാനുള്ള അപ്പം എല്ലാം കുഴച്ച് സെറ്റാക്കി വെക്കും കേട്ടോ. അടുത്ത് ഇനിയും ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇതെല്ലാം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ചിരട്ട കമത്തി കളത്തിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നത്. പിന്നെ വാഴക്കച്ചിയും കാണലെല്ലാം വെക്കണം. അങ്ങനെയാണ് നമ്മൾ കുരിശപ്പം കാണലെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻട്രയപ്പത്തിനുള്ള ഫുള്ള് മേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനടുത്ത് അടുപ്പിലോട്ട് വെച്ചാൽ മതി. അപ്പോഴത്തേനും മമ്മി അവിടെ തന്നെ നമ്മുടെ കുരിശപ്പവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഫൈനലി നമ്മൾ അപ്പം കാണലെല്ലാം മുറിച്ച് എല്ലാവരും കഴിച്ച് നമ്മുടെ ഒരു പെസഹായം കൂടെ കഴിഞ്ഞു പോയിരിക്കുന്നു.